Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആർമിയുടെ കീഴിലുള്ള ഒരു മികച്ച ക്യാമ്പസിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസ് മേഖലയിലുള്ള വിവിധ കോഴ്സുകൾ, എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ചൊക്കെ കൃത്യമായി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കൊണ്ടേയിരിക്കും. ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എഞ്ചിനീയറിംഗ് ക്യാമ്പസുകളിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ ഒരു വിദ്യാർത്ഥി എഴുതേണ്ട എൻട്രൻസ് പരീക്ഷയാണ് JEE എക്സാമിനേഷൻ. ഈ JEE എക്സാമിനേഷൻ തന്നെ രണ്ട് എക്സാം ഉണ്ട്, മെയിൻസും അഡ്വാൻസും. ഇതിൽ JEE മെയിൻസ് എക്സാമിനേഷൻ എഴുതി നമുക്കൊരു നല്ല മാർക്കോ റാങ്കോ സ്കോർ ചെയ്യുന്നതിലൂടെ അഡ്മിഷൻ കിട്ടുന്ന ഒരു മികച്ച ക്യാമ്പസാണ് ആർമിയുടെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഈ ക്യാമ്പസിൽ വിവിധ BTech പ്രോഗ്രാമുകളിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ എടുക്കാം. ഈ ക്യാമ്പസ് ഓഫർ ചെയ്യുന്ന കോഴ്സസ്, ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 120 സീറ്റുകളാണ് ഈ ക്യാമ്പസിലുള്ളത്. സെക്കൻഡ് വൺ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 120 സീറ്റുകളുണ്ട്. ഇൻഫോർമേഷൻ ടെക്നോളജി 120 സീറ്റുകളുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60 സീറ്റുകളുണ്ട്. ഇതിനോടൊപ്പം ഈ ക്യാമ്പസിൽ PG കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അതിനുശേഷം PG ഡേറ്റാ സയൻസിൽ 2 വർഷം കണ്ടിന്യൂ ചെയ്യേണ്ടവർക്ക് അവിടെ PG പ്രോഗ്രാം 2 വർഷം PGക്കും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഡിഗ്രി കോഴ്സ് എടുത്ത് BTech കോഴ്സ് എടുത്ത് ആർമിയുടെ ക്യാമ്പസിൽ, ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ക്യാമ്പസിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ലഭിക്കുന്ന ഒരു ടോപ്പ് മോസ്റ്റ് ക്യാമ്പസിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി ജയിക്കേണ്ട എക്സാമിനേഷനാണ് JEE മെയിൻസ് എക്സാമിനേഷൻ. ഇപ്പോൾ JEE മെയിൻസ് എക്സാമിനേഷനോട് നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന മറ്റ് ക്യാമ്പസുകൾ നമുക്കറിയാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NITകളുടെ ക്യാമ്പസ്. ഇന്ത്യയിൽ 32 IITകളുണ്ട്. നമ്മുടെ കേരളത്തിലെ NIT എന്ന് പറയുന്നത് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസ് ആണ്. ആ ക്യാമ്പസാണ് കോഴിക്കോടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ക്യാമ്പസ്. ഈ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കാനും ഇനി JEE വഴി തന്നെയാണ് ഇന്ത്യയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ BTech പ്രോഗ്രാമുകളുണ്ട്. 36 സെൻട്രൽ ഫണ്ടഡ് ക്യാമ്പസുകളുണ്ട്. ഇതിനോടൊപ്പം IITസിന്റെ ക്യാമ്പസിൽ അഡ്മിഷൻ ലഭിക്കാനും നമുക്ക് ഈ JEE മെയിൻസ് എക്സാമിനേഷൻ ത്രൂ തന്നെയാണ് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഇതിനോടൊക്കെ തന്നെ മികച്ച ഒരു ക്യാമ്പസാണ് ഈ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. തീർച്ചയായും ഒരു JEE എക്സാമിനേഷൻ എഴുതി, JEEയുടെ എക്സാമിനേഷൻ തന്നെ നമുക്കറിയാം, JEE മെയിൻസ് എക്സാമിനേഷൻ 2 ഫേസിലാണ് നടക്കുന്നത്, phase 1ഉം phase 2ഉം. ഇപ്പോൾ 2024 phase 1 എക്സാമിനേഷൻ കഴിഞ്ഞു, phase 2 എക്സാമിനേഷൻ April 4 സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നു. അപ്പോൾ ഈ 2 പരീക്ഷകളിൽ നമ്മുടെ പെർസെൻറ്റേജ് സ്കോർ ഏറ്റവും മികച്ചതിലേക്ക് വരുന്ന ആ മികച്ച സ്കോറാണ് റാങ്കിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. ആ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ NITകളിലും ഈ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും IITസിലും ഒക്കെ ഒരു അഡ്മിഷൻ ലഭിക്കുന്നത്. JEE മെയിൻസ് എക്സാമിനേഷൻ്റെ റാങ്ക് ഒരു 2.5 ലക്ഷത്തിനുള്ളിലൊക്കെ വന്നാൽ, നമ്മുടെ പെർഫോമൻസ് ബെസ്റ്റ് ആയാൽ നമുക്ക് JEE അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റിയും അവിടെ ലഭിക്കും. അതിലൂടെ നമുക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ IITകളിലേക്കും IISTസിലേക്കും ഒക്കെ ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള ഡോറാണ് നമുക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതേപോലെ മികച്ച കോഴ്സുകളും സാധ്യതകളും ക്യാമ്പസുകളും ജോബ് ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആകുക എന്നുള്ളതാണ് പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം. ആദ്യമായി തന്നെ ഒരു 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് തന്നെ ഇതേപോലുള്ള മികച്ച ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് അതിന് വേണ്ട രീതിയിലാണ് നാം 11th 12th പഠിക്കേണ്ടത്. അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ കൃത്യമായ ഫോക്കസ്ഡായി, കൃത്യമായി എയിംഡായി, ടാർഗറ്റഡ് ആയി പഠിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ബേസ് ഒരുക്കുന്ന ക്യാമ്പസാണ് ആൽഫ അക്കാഡമിയുടെ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. 3 ഏക്കറുള്ള ഒരു ഹൈടെക് റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് 11th 12th പഠിക്കുന്ന സമയത്ത് ഇതേപോലുള്ള വിവിധ സാധ്യതകളെക്കുറിച്ചാണ് നമ്മുടെ ക്യാമ്പസിൽ കുഞ്ഞുങ്ങളെ അവെയർ ആക്കുന്നത്. അതിനോടൊപ്പം 11th 12th സയൻസ് സ്ട്രീം പഠിക്കുന്നതിനോടൊപ്പം ഈ എൻട്രൻസ് പരീക്ഷകൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്യാമ്പസുകളിലേക്ക്, കോഴ്സുകളിലേക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഏറ്റവും മികച്ച റാങ്കോടുകൂടി വിജയിക്കാൻ വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് കഴിയുമ്പോഴേ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കാം. ഇനി ഇതിനോടൊപ്പം ഏതൊരു സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയുമാകട്ടെ, +2 കഴിഞ്ഞിട്ട് ഇതേപോലുള്ള നല്ല സാധ്യതകളെക്കുറിച്ച് അറിഞ്ഞില്ല, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസിൽ റിപ്പീറ്റർ പ്രോഗ്രാം ഉണ്ട്, അതിലും ജോയിൻ ചെയ്യാം. അങ്ങനെ നമ്മൾ എന്താണോ ലക്ഷ്യം നേടാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എത്താൻ വേണ്ട കഴിവുകൾ
വളർത്തിയെടുക്കുന്ന സിസ്റ്റത്തിൻ്റെ പാർട്ടായി പഠിക്കുക. ധാരാളം കുട്ടികളിൽ നിന്നും അതിമിടുക്കർ മാത്രം ജയിക്കുന്ന ഒരു സിസ്റ്റമല്ല, ജയിക്കാൻ വേണ്ട കഴിവുകളെ വളർത്തുന്ന ഒരു സിസ്റ്റം. അതിൻ്റെ പാർട്ടാകുവാൻ, അതിനോടൊപ്പം പഠിക്കുവാൻ ആൽഫയുടെ ക്യാമ്പസിലേക്ക്, ആൽഫ ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ക്യാമ്പസിലേക്ക് ഓരോ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. വിശദമായി മനസ്സിലാക്കാം, സംശയങ്ങൾ ക്ലിയർ ചെയ്യാം, എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. പുതിയ ഒരു ക്യാമ്പസും പുതിയൊരു കോഴ്സുമായി, പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും നമുക്ക് കാണാം ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ. എല്ലാവർക്കും ഏറ്റവും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.